ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പഞ്ചായത്ത് അംഗമായി 10 വർഷം തികച്ചു. ശ്രീദേവി ഇനി ITI വിദ്യാർത്ഥിനി. തുടർച്ചയായി 10 വർഷം പഞ്ചായത്ത് അംഗമായി സേവനം പൂർത്തിയാക്കിയ വീട്ടമ്മ ശ്രീദേവി സനോജ് യൂണിഫോം അണിഞ്ഞ് ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ വിദ്യാർത്ഥിനിയായി മാറി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണിപ്പോൾ. വടക്കേക്കര പഞ്ചായത്ത് 4-ാം വാർഡ് അംഗത്വം അവസാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർ മൂത്തകുന്നം SNM ITIയിൽ ദ്വത്സര ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിന് ചേർന്ന് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മത്സര രംഗത്ത് താൽക്കാലികമില്ല. പഠനം പൂർത്തിയാക്കി പരീക്ഷ പാസ്സാകണം. അതിനുശേഷം സ്വന്തമായി ഒരു വരുമാന മാർഗം ആർജിക്കണം. ശ്രീദേവി തന്റെ ഇനിയുള്ള ഭാവി പദ്ധതി വ്യക്തമാക്കി. പഠനത്തോടൊന്നും ഏറെ ഇഷ്ടമുള്ള ഇവർ തന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി പൊതുപ്രവർത്തനത്തിന് അവധി നൽകി 42-ാം വയസ്സിൽ വിദ്യാർത്ഥിനിയായിരിക്കുകയാണ്. മാലിങ്കര SNM കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ നിന്ന് 2003-ൽ ഇലക്ട്രോണിക്സ് കോഴ്സും ഫസ്റ്റ് ക്ലാസ്സോടെ നേരത്തെ പാസ്സായിട്ടുണ്ട്. പിന്നീട് PGDCAയും പഠിച്ചു. കുറച്ചുകാലം ഒരു സ്ഥാപനത്തിൽ അപ്രന്റീസ് ട്രെയിനിയായി ജോലിയും നോക്കിയിരുന്നു. ഇതിനിടയിൽ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായി. BJPയുടെ സ്ഥാനാർത്ഥിയായാണ് കോട്ടുവള്ളിക്കാട് കിഴക്ക് 4-ാം വാർഡിൽ നിന്നും ജയിച്ചത്. രാഷ്ട്രീയത്തിനപ്പുറം ഒരുമയുടെ പ്രവർത്തനമായിരുന്നു. ഹരിതകർമ്മസേനയോടും CDSനോടും തൊഴിലുറപ്പുകാരോടുമൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. വാർഡിൽ മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഒരു വീട് നൽകിയതുൾപ്പെടെ 50ഓളം പേർക്ക് വീട് നിർമ്മിച്ചു നൽകിയതിൽ തൃപ്തിയുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. മൂത്ത മകൻ ഭഗത് കൃഷ്ണ 20 ചെന്നൈ വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ നോട്ടിക്കൽ സയൻസ് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇളയ മകൻ ഋഷികേഷ് 14 മാള ഹോളി ഗ്രേസ് സ്കൂൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭർത്താവ് ചാണാശ്ശേരിയിൽ CT സനോജ് കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറാണ്. ക്ലാസ് മുറിയിൽ മൂത്ത മകന്റെ പ്രായമുള്ള കുട്ടികളാണ് സഹപാഠികൾ. ജനപ്രതിനിധിയായ ശേഷം പഠനത്തിൽ താല്പര്യമായി വന്ന ശ്രീദേവി സനോജ് സ്ഥാപനത്തിന് തന്നെ അഭിമാനമാണെന്ന് പ്രിൻസിപ്പൽ MS സംഗീത് കുമാർ പറഞ്ഞു. ക്ലാസ് തുടങ്ങിയത് മുതൽ നല്ല രീതിയിൽ അവർ പഠനത്തിൽ മുന്നോട്ടു പോകുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.